എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെമ്മീൻ റോസ്റ്റ് ട്രൈ ചെയ്യുന്നത്. ഇതെന്തായാലും പാളിപ്പോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാത്രം ഞാൻ റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യണം കേട്ടോ. കുറച്ചധികം ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്തിട്ട് 1/4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. പിന്നെ കുറച്ചധികം ഓയിൽ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചധികം തന്നെ ഓയിൽ വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്ത് വരാനായിട്ട്. ഇട്ടപ്പോൾ സ്ഥലമില്ലായിരുന്നു, പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അങ്ങോട്ട് ബ്രൗൺ ആവേണ്ടത്. ഈ ഒരു പരുവാകുമ്പോഴത്തേനൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഫ്രൈ ആയി വന്നപ്പോഴത്തേനും ഇത് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനി വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ആ പാൻ ആവശ്യമുണ്ട്. കുറച്ചധികം കുഞ്ഞുള്ളി തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എത്രത്തോളം ഉള്ളി എടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് വിടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, ആ ഓയിലിട്ട് തന്നെ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ കുറച്ച് തക്കാളി, ഒരു പകുതി മാത്രമേ ഞാൻ തക്കാളി എടുത്തിട്ടുള്ളൂ. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ച് ഗരം മസാലയും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം നമ്മൾ ആ ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് വെച്ചതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഇനി സ്ഥിരം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബും കൂടെ ചെയ്തേ.